ഭരണഘടനാ ദിനാചരണത്തിന് രാജ്യത്ത് തുടക്കം. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 75 രൂപയുടെ നാണയം രാഷ്ട്രപതി പുറത്തിറക്കി. ഭരണഘടനയുടെ സംസ്കൃതം പതിപ്പും പ്രത്യേക തപാൽ സ്റ്റാമ്പും രാഷ്ട്രപതി അവതരിപ്പിച്ചു. भारत को एक संपूर्ण प्रभुत्व संपन्न समाजवादी पंथ निरीक्षण लोकतांत्रिक गणराज्य बनाने के लिए जो था उसके समस्त नागरिकों को सामाजिक आर्थिक और राजनैतिक न्याय विचार अभिव्यक्ति विश्वास धर्म और उपासना की स्वतंत्रता प्रतिष्ठा और अवसर की समता प्राप्त करने के लिए तथा उन सब में व्यक्ति की गरिमा और राष्ट्र की एकता और अखंडता सुनिश्चित करने वाली बंधुता बढ़ाने के लिए ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷിക ആഘോഷങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് തുടക്കമായി. പാർലമെന്റിന്റെ തുടക്കം കുറിച്ചത് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ ഇരു സഭകളും സംയുക്തമായി ചേർന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് 75 നാണയം 75 എന്ന് അടയാളപ്പെടുത്തിയ പ്രത്യേക നാണയവും അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭാഷ, പ്രാചീന ഭാഷ അല്ലെങ്കിൽ ലോക ഭാഷകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്കൃതം ഭാഷയിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയും ഇന്നിപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭാരതം എന്ന രാഷ്ട്രത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ ഭരണഘടന എത്രത്തോളം നിർണായക പങ്ക് വഹിക്കുന്നു എന്ന വിശദീകരണമാണ് എംപിമാർക്ക് മുന്നിൽ രാഷ്ട്രപതി നടത്തിയത്. ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, നിലപാടുകൾ, പദ്ധതികൾ, അതിനെ കൂടി ഈ നിർണായക സമയത്ത് രാഷ്ട്രപതി പ്രശംസിച്ചു എന്നത് ശ്രദ്ധേയമായി. സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, രാജ്യസഭ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് തുടങ്ങിയവരും വേദിയിലുണ്ടായി. ചടങ്ങുകൾ ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി തിരികെ രാഷ്ട്രപതി ഭവനിലേക്ക് മടങ്ങുകയാണ്. രോഹിണി. ശരി ഗൗതം, ഭരണഘടനാ ദിനാചരണത്തിന് രാജ്യത്ത് തുടക്കം. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.